SSLC വിദ്യാർത്ഥികളോട് ഈ വർഷം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് SSLC പാസ്സാകാൻ മിനിമം 30% മാർക്ക് എഴുതി വാങ്ങണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വരുമ്പോൾ 80 മാർക്കുള്ള ഒരു വിഷയത്തിന് 24 മാർക്ക് എഴുതി വാങ്ങണം. അതുപോലെ 40 മാർക്കുള്ള ഒരു വിഷയത്തിന് 12 മാർക്കും ഉണ്ടായാൽ മാത്രമേ പാസ്സാക്കൂ എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലെയും അതുപോലെ 9ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാഭ്യാസപരമായ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. SSLC പരീക്ഷ ജയിക്കാൻ എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് എഴുതി വാങ്ങണമെന്ന പരിഷ്കാരം ഈ വർഷം നടപ്പാക്കില്ല. ഈ വർഷത്തെ SSLC വിദ്യാർത്ഥികൾക്ക് അത് ബാധിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഇത് ബാധിക്കില്ല. ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ ഈ പരിഷ്കാരം നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. SSLC വിദ്യാർത്ഥികൾക്കും 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും 80 മാർക്കുള്ള ഒരു വിഷയത്തിന് 20 മാർക്ക് CE മാർക്ക് ലഭിക്കും. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് ഒരു വിഷയത്തിന്. 20 മാർക്ക് CE മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് 15 മാർക്ക് എഴുതി വാങ്ങിയാൽ ആ വിഷയത്തിന് പാസ്സാകാം. ടോട്ടൽ 35 മാർക്ക് ഉണ്ടെങ്കിൽ ആ വിഷയത്തിന് പാസ്സാകാം. അതുപോലെ തന്നെ 40 മാർക്കുള്ള വിഷയത്തിന് 10 മാർക്ക് CE മാർക്ക് ലഭിക്കും. ടോട്ടൽ 50 മാർക്ക്. 10 മാർക്ക് CE മാർക്ക് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്ക് 6 മാർക്ക് എഴുതി വാങ്ങിയ ആ വിഷയത്തിന് പാസ്സാകും. 16 മാർക്കാണ് പാസ്സാകാൻ ലഭിക്കേണ്ടത്. എന്നാൽ പാസ്സാകുക എന്നത് മാത്രമല്ല ലക്ഷ്യം, പരമാവധി മാർക്ക് വാങ്ങുക എന്ന് തന്നെയാണ്. എങ്കിൽ മാത്രമേ +1 ആഗ്രഹിച്ച സീറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കൂ. ഈ അധ്യയന വർഷം 30% മാർക്ക് എന്ന പരിഷ്കാരം നടപ്പിലാക്കുക 8ാം ക്ലാസ്സിലാണ് നടപ്പിലാക്കുക. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും നടപ്പിലാക്കും. അപ്പോൾ 2027 SSLC പരീക്ഷയിലാണ് ഈ 30% മാർക്ക് എന്ന പരിഷ്കാരം നടപ്പിലാകുക. ഈ വർഷത്തെ 8ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ ഈ പരിഷ്കാരം നടപ്പാക്കി തുടങ്ങാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ തീരുമാനം. ഈ അധ്യയന വർഷം മുതൽ നിലവിലെ 10ാം ക്ലാസ്സുകാർക്ക് ഒറ്റയടിക്ക് ഈ പരിഷ്കാരം നടപ്പിലാക്കിയാൽ ബുദ്ധിമുട്ടാകുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചു. ഇപ്പോൾ നിലവിലുള്ള 8ാം ക്ലാസ്സുകാർ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ മുതൽ SSLCക്കും ബാധകമാക്കിയാൽ പ്രശ്നമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.